Hi, welcome to Code Eureka. ഇന്ന് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഇൻ C++ നോക്കാം. ഇതിൽ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതാണ് അരിത്തമാറ്റിക് ഓപ്പറേഷൻ. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാം. അതുകൂടാതെ റിമൈൻഡർ ഉണ്ട്. അതായത് ഇപ്പോൾ 10+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അതെങ്ങനെ എടുക്കാം? പിന്നെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, അതിന്റെ യൂസ് എന്താണെന്നും നമുക്ക് അത് എങ്ങനെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാമെന്നും നോക്കാം. അതിനാദ്യം നമുക്ക് കോഡ് ബ്ലോക്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഒരു 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഒന്ന് റിസൾട്ടിന് വേണ്ടിയിട്ടും രണ്ട് വേരിയബിൾ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടും. ഇന്റീജർ ടൈപ്പ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഡാറ്റ ടൈപ്പ് എന്താണ്, വേരിയബിൾ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഇന്റീജർ ടൈപ്പ് നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്, ബി എന്ന് പറഞ്ഞൊരു വേരിയബിൾ AB ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ഇതിന് ശേഷം ഇതിനകത്ത് വാല്യൂ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. =0. റിസൾട്ടിന് നമുക്കൊരു 0 അസൈൻ ചെയ്യാം. എക്ക് നമുക്കൊരു 10 അസൈൻ ചെയ്യാം. ബിക്ക് നമുക്കൊരു 3 അസൈൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നോക്കാം. റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ എ പ്ലസ് ബി, എയും ബിയും തമ്മിൽ ആഡ് ചെയ്യും. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ആണ്, ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് നമുക്ക് 13 എന്ന് വരണം. നമുക്കൊന്ന് സി ഔട്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. റിസൾട്ട് ശേഷം വാല്യൂ വേരിയബിൾ കൊടുത്തു റിസൾട്ട്. അതിനുശേഷം ഒരു ലൈൻ കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, 13 വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് മൈനസ് ഓപ്പറേറ്റർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. മൈനസ്, യെസ്, 10 - 3 7 വന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഡിവൈഡ് ബൈ 3 കൊടുത്തു നോക്കാം. അതായത് 10/3. അപ്പൊ നമുക്ക് 3 ആണ് ആൻസർ വരേണ്ടത്. റിസൾട്ട് എത്ര വന്നു? 3 വന്നു. കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ ഫസ്റ്റ് 3 ഓപ്പറേറ്റേഴ്സ് നോക്കി. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. A × B ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 30 കിട്ടി. 10 × 3 30. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ റിമൈൻഡർ ഓപ്പറേറ്റർ ആണ്. ഇപ്പൊ റിമൈൻഡർ നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ ആ വാല്യൂ റിമൈൻഡർ കിട്ടും, അത് നമുക്ക് റിമൈൻഡർ ഓപ്പറേറ്റർ കൊടുക്കാം. കൊടുത്തതിന് ശേഷം അപ്പൊ ഇവിടെ നമുക്ക് എത്രയാണ് വരേണ്ടത്? 10/3. അപ്പൊ നമുക്ക് 1 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. യെസ്, റിസൾട്ട് 1 വന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ള രണ്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും ഡിക്രിമെന്റ് ഓപ്പറേറ്ററും. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 1 അല്ലേ നിൽക്കുന്നത്. അപ്പം ഈ റിസൾട്ടിന്റെ കൂടെ 1 ആഡ് ചെയ്യണമെങ്കിൽ റിസൾട്ട് ++ എന്ന് കൊടുത്താൽ മതി. അതായത് ഇവിടെ ഇപ്പം റിസൾട്ടിന്റെ വാല്യൂ ഇപ്പം 1 ആണ് നിൽക്കുന്നത്. എ റിമൈൻഡർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യണം. അപ്പൊ റിസൾട്ട് ++ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 1 കൂടെ ആഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ റിസൾട്ടിന്റെ വാല്യൂ 1 ആണ്, അതിന്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്ത് 2 എന്ന് പ്രിന്റ് ചെയ്യും. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് റിസൾട്ട് +1 ഇതിന് ഈക്വലന്റ് ആണ് നമ്മൾ റിസൾട്ട് ++ എന്ന് കൊടുത്തതിന് ഉള്ള മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യും. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. അപ്പൊ നമുക്ക് 2 പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിക്രിമെന്റ്, നമുക്ക് റിസൾട്ട് മൈനസ് എന്ന് പറഞ്ഞാൽ 1 കുറയ്ക്കും. ഇപ്പം റിസൾട്ടിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? ഇവിടെ 1 ആണ്. അതിൽ നിന്ന് നമ്മൾ മൈനസ് കൊടുക്കുമ്പോൾ റിസൾട്ട് റിസൾട്ട് -1 എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ 0 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് വരണം. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, 0 വന്നു. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണിത്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റിമൈൻഡർ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്. ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലൂപ്പിലൊക്കെയാണ്. ഫോർ ലൂപ്പ് ഒക്കെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമ്മളത് യൂസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.
താങ്ക് യു വെരി മച്ച്.